അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. ദുൽഹിജ്ജ 9 അഥവാ അറഫാ ദിനത്തിൽ ഹാജിമാർ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഈ ക്ലിപ്പിലൂടെ പങ്കുവെക്കുവാൻ ഉദ്ദേശിക്കുന്നത്. സൂര്യോദയത്തിന് ശേഷം മിനയിൽ നിന്ന് ഹാജിമാർ തൽബിയത്തും തക്ബീറും ചൊല്ലിക്കൊണ്ട് അറഫയിലേക്ക് പുറപ്പെടണം. അറഫയിൽ എത്തിയാൽ ളുഹ്റിൻ്റെ സമയത്ത് ളുഹ്റും അസറും ജംഉം ഖസറുമാക്കി നമസ്കരിക്കണം. അഥവാ ളുഹ്ർ 2 അസർ 2 ളുഹ്റിൻ്റെ സമയത്ത് നമസ്കരിക്കുക. ശേഷം സൂര്യാസ്തമയം വരെ, സൂര്യൻ അസ്തമിക്കുന്നത് വരെ അറഫയിൽ പ്രാർത്ഥനയുമായി കഴിഞ്ഞുകൂടുക. കൈകൾ ഉയർത്തിക്കൊണ്ട് ഖിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഉത്തരം കിട്ടണമെന്ന ഉറപ്പോടെ റബ്ബിനോട്, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നമ്മളുടെ എല്ലാ കാര്യങ്ങളും, നമ്മൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് വേണ്ടി, നമ്മളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, നമ്മളുടെ സഹധർമ്മിണിമാർക്ക് വേണ്ടി, നമ്മളുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടി, നമ്മളുടെ മക്കൾക്ക് വേണ്ടി, നമ്മളോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി പറഞ്ഞ ആളുകൾക്ക് വേണ്ടി, ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി, അവരുടെ നിർഭയത്വത്തിന് വേണ്ടി, നമ്മുടെ നാടിനു വേണ്ടി ഒക്കെ ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അറഫയിൽ വെച്ചുള്ള പ്രാർത്ഥനയെപ്പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ എന്നാണ്. പ്രാർത്ഥനകളിൽ ഏറ്റവും ഉത്തമമായത് അറഫ ദിവസത്തിൻ്റെ പ്രാർത്ഥനയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും റബ്ബിനോട് നമ്മളുടെ ഭാഷയിൽ പ്രാർത്ഥിക്കാവുന്നതാണ്. അതുപോലെ ഖുർആനിലും സ്വഹീഹായ ഹദീസിലും വന്നിട്ടുള്ള ധാരാളം പ്രാർത്ഥനകളുണ്ട്. അവയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുക. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ള ദിക്ർ ധാരാളം നമ്മൾ വർദ്ധിപ്പിക്കുക. അങ്ങനെ ദുആവും ദിക്റും ഖുർആൻ പാരായണവും എല്ലാം ആയിക്കൊണ്ട് സൂര്യാസ്തമനം വരെ അറഫയിൽ കഴിഞ്ഞുകൂടുക. സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ മുസ്ദലിഫയിലേക്ക് പുറപ്പെടണം. സൂര്യാസ്തമനത്തിന് മുമ്പ് അറഫ വിടുവാൻ പാടില്ല. സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ മുസ്ദലിഫയിലേക്ക് പുറപ്പെടണം. മുസ്ദലിഫയിലെത്തിക്കഴിഞ്ഞാൽ മഗ്രിബും ഇശാവും ജംഉം ഖസറുമായി നമസ്കരിക്കണം. അഥവാ മഗ്രിബ് 3 റക്അത്തും ഇശ 2 റക്അത്തുമായി മഗ്രിബിനോടൊപ്പം നമസ്കരിക്കുക എന്നർത്ഥം. ശേഷം ഫജ്ർ വരെ സുന്ദരമായി മുസ്ദലിഫയിൽ കിടന്നുറങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പുണ്യകർമ്മങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.